प्यारे बच्चों, ഹിന്ദി കക്ഷാ में सबका स्वागत. ഇന്നത്തെ ക്ലാസ്സിൽ കേരള സിലബസ് 7th സ്റ്റാൻഡേർഡ് ഹിന്ദി പാഠപുസ്തകത്തിലെ ഇക്കായി ദോയാണ് ടീച്ചർ എടുക്കുന്നത്. ഇക്കായി ദോയിൽ പരിശ്രമത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള കഥയാണ് ഗാന്ധിജിക്ക് നമക് കഥ. ഇതിൻ്റെ ലേഖക് ഉദയൻ വാജ്പേയി ആണ്. പാഠഭാഗം ആരംഭിക്കുന്നത് ഗാന്ധിജി പറഞ്ഞ ഒരു വാചകത്തിൽ കൂടിയാണ്. कुछ लोग सफलता के केवल सपने देखते हैं, जबकि अन्य व्यक्ति जागते हैं और कड़ी मेहनत करते हैं. കുറച്ചു പേർ അവരുടെ വിജയത്തെക്കുറിച്ച് മാത്രം സ്വപ്നം കാണുന്നു, എന്നാൽ കുറച്ചു പേർ അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് വേണ്ടി നന്നായി പരിശ്രമിക്കുന്നു. ഗാന്ധിജിക്ക് നമക് കഥ ഉദയൻ വാജ്പേയി എഴുതിയ ഒരു കഹാനിയാണ് ഗാന്ധിജിക്ക് നമക് കഥ. ഏക്ക് രാജാക്ക് 3 ബേട്ടിയാൻ തീ. ഒരു രാജാവിന് 3 പെൺമക്കളുണ്ടായിരുന്നു. തും ചാഹോ തോ ഉസ് രാജാക്ക് 4 ബേട്ടിയാ ഭി ഹോ സക്തി ഹേ ഇസ് കഹാനി മേം. ഈ കഥയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ രാജാവിന് 4 പെൺമക്കളായും കരുതാം. രാജാനെ ഉൻസെ പൂച്ചാക്കി വേ ഉനെ കിത്തനാ പ്യാർ കർത്തി ഹേ. ഒരു ദിവസം രാജാവ് തൻ്റെ മക്കളോട് ചോദിച്ചു, നിങ്ങൾ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന്. पहले ने कहा मैं तुम्हें उतना सारा प्यार करती हूँ जितना बड़ा सूरज है. ആദ്യത്തെ മകൾ പറഞ്ഞു, സൂര്യൻ എത്ര വലുതാണ് അത്രത്തോളം ഞാൻ എൻ്റെ അച്ഛനെ സ്നേഹിക്കുന്നു. രാജാനെ ഖുഷി സെ സിർ ഹിലാ ദിയ. രാജാവ് മകളുടെ ഉത്തരം കേട്ട് സന്തോഷത്തോട് തലയാട്ടി. दूसरी ने कहा मैं तुम्हें उतना चाहती हूँ जितने चांद सितारे आसमान में है. രണ്ടാമത്തെ മകൾ രാജാവിനോട് പറഞ്ഞു, ആകാശത്തിൽ ചന്ദ്രനും നക്ഷത്രങ്ങളും എത്രത്തോളമുണ്ട് അത്രയും ഞാൻ എൻ്റെ അച്ഛനെ സ്നേഹിക്കുന്നു. രാജാനെ ഖുഷി സെ സിർ ഹിലായ. രാജാവ് സന്തോഷത്താൽ തലയാട്ടി. और तीसरी बेटी की तरफ देखा. എന്നിട്ട് മൂന്നാമത്തെ മകളെ നോക്കി. तीसरी चुप खड़ी थी. അവൾ മിണ്ടാതെ നിന്നു. वह बोली मैं तुम्हें खाने में नमक जितना प्यार करती हूँ. മൂന്നാമത്തെ മകൾ പറഞ്ഞു, ഭക്ഷണത്തിൽ ഉപ്പ് എത്രത്തോളം ആവശ്യമുണ്ട് അത്രയും ഞാൻ എൻ്റെ അച്ഛനെ സ്നേഹിക്കുന്നു. അങ്ങനെ കഥ അങ്ങനെ നീളുന്നു. കഹാനി ലംബി ചൽത്തി ഹെ. പഹലെ രാജാക്കോ എഹ് ജവാബ് പസന്ദ് നഹി മാത്ത. ആദ്യം മകൾ പറഞ്ഞത് രാജാവിന് ഇഷ്ടപ്പെട്ടില്ല. पर कहानी के अंत में वह राजा खाने में तथा जीवन में नमक के महत्व को समझ जाता है. എന്നാൽ കഥയുടെ അവസാനം രാജാവിന് ജീവിതത്തിലും ഭക്ഷണത്തിലും ഉപ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലായി. തബ് അപ്നി ഛോട്ടി ബേട്ടി കെ പ്യാർ കി ഗഹരായി കോ സമജ്താ ഹെ. അപ്പോഴാണ് രാജാവിന് മകൾക്ക് തന്നോടുള്ള സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലായത്. തും ധ്യാൻ സെ പഠോ തോ പാവോഗി കി യഹ് കഹാനി ന തോ രാജാ കി ഹെ. നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കഥ രാജാവിൻ്റെ അല്ല, ന ഉസ്കി പസന്ത് കി. അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തെക്കുറിച്ചല്ല. ഈ കഹാനി ന ഉസ്കി ബേട്ടിയോ കെ ബാരേ മേ. അദ്ദേഹത്തിൻ്റെ മക്കളെക്കുറിച്ചല്ല. ന ഉൻകെ കഹനെ കെ ബാരേ മേ. അവർ മക്കൾ പറഞ്ഞതിനെക്കുറിച്ചല്ല. ഇത് നമുക്ക് ഈ കഹാനി, ഇത് ഉപ്പിൻ്റെ കഥയാണ്. മഹാത്മാഗാന്ധിനെ ഇത് നമുക്ക് ഈ കഹാനി ലിഖി. മഹാത്മാഗാന്ധിയാണ് ഈ ഉപ്പിൻ്റെ കഥ എഴുതിയത്. വഹ് കഹാനി ഉन्होंने बोलकर नहीं लिखी, വഹ് കഹാനി ഉन्होंने ചൽക്കർ ലിഖി थी. ആ കഥ അദ്ദേഹം പറഞ്ഞ് എഴുതിയതല്ല, അദ്ദേഹം നടന്ന് എഴുതിയ കഥയാണ് നമുക്ക് ഈ കഹാനി. വഹ് കഹാനി ഉन्होंने സൈക്കടോ മീൽ ചൽക്കർ ലിഖി थी. ഈ കഥ മഹാത്മാഗാന്ധിജി 100 കണക്കിന് മൈൽ ദൂരം സഞ്ചരിച്ച് എഴുതിയതാണ്. വഹ് ഉൻകെ സച്ച് ചൽ രഹേ ദേശ് ഭർ കെ ലോഗോ ने ലിഖി थी. നമുക്ക് ഈ കഥ ഗാന്ധിജിയോടൊപ്പം നടന്ന ഭാരതത്തിലെ എല്ലാ ആളുകളും എഴുതിയതാണ്. വേ സബ് ഹമാരെ ദേശ് മേ അംഗ്രേസോं द्वारा की जा रही अंधाधुंध लूट से चिंतित थे, जो हमारे देश को अंग्रेज़ों की ചങ്കുൽ സെ ചുടാനാ ചാഹത്തെ थे. ബ്രിട്ടീഷുകാരുടെ ആ നിയന്ത്രിത കൊള്ളയെക്കുറിച്ച് ഇന്ത്യയിലെ ജനങ്ങൾ വിഷമിച്ചിരുന്നു. അവർ ഇന്ത്യയെ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ നിന്നും മോചിപ്പിക്കാൻ ആഗ്രഹിച്ചു. जिन्होंने भारत देश को नई तरह से चलाने का सपना आंखों में लिया था. ഇവർ ഭാരതത്തിൻ്റെ പുതിയൊരു ഭരണം സ്വപ്നം കാണുന്നവരാണ്. ഉൻ ദിനോം അംഗ്രേസോ ने भारत में नमक पर टैक्स लगा था. ബ്രിട്ടീഷുകാരുടെ ഭരണസമയത്ത് ഇന്ത്യയിൽ നമക്കിന് ടാക്സ് ഉണ്ടായിരുന്നു, ഉപ്പിന് ടാക്സ് ഉണ്ടായിരുന്നു. इससे नमक बहुत महंगा हो गया था. അതുകൊണ്ട് തന്നെ ഉപ്പിൻ്റെ വില കൂടിയിരുന്നു.
अंग्रेज़ों ने भारत के लोगों को खुद नमक बनाने से रोक रखा था. അതുകൂടാതെ തന്നെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ജനങ്ങളെ സ്വന്തമായി ഉപ്പ് ഉൽപ്പാദിപ്പിക്കാൻ നിരോധിച്ചിരുന്നു. अगर कोई अपने ही समुद्र के पानी से नमक बनाता उसे सजा हो सकती थी. ആരെങ്കിലും സമുദ്രത്തിലെ വെള്ളത്തിൽ നിന്നും ഉപ്പ് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ശിക്ഷ നൽകിയിരുന്നു. गांधी जी सालों पहले अपने कुछ साथियों के साथ अहमदाबाद से पैदल दांडी नामक के समुद्र किनारे के गांव चल पड़े. ഗാന്ധിജി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കൂട്ടുകാരോടൊപ്പം അഹമ്മദാബാദിൽ നിന്നും ദാണ്ഡി എന്ന പേരുള്ള സമുദ്രതീരത്തിനടുത്തുള്ള ഗ്രാമത്തിലേക്ക് പോയിരുന്നു. മഹാത്മാഗാന്ധി അത്രയും ദൂരം എങ്ങനെയാണ് പോയത്? കാൽനടയായി നടന്നാണ് അദ്ദേഹം അത്രയും ദൂരം പോയത്. वे वहाँ जाकर समुद्र के पानी से खुद नमक बनाकर अंग्रेज़ों का काला कानून तोड़ना चाहते थे. ഗാന്ധിജി അവിടെ പോയി ദാണ്ഡി എന്ന പേരുള്ള സമുദ്രത്തിൽ നിന്നും ഉപ്പുണ്ടാക്കുകയും ബ്രിട്ടീഷുകാരുടെ ഉപ്പ് നിയമം ലംഘിക്കുകയും ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. എന്താണ് ഉപ്പ് നിയമം? ആരും തന്നെ സമുദ്രജലത്തിൽ നിന്നും ഉപ്പുണ്ടാക്കാൻ പാടില്ല എന്നായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഉപ്പ് നിയമം. അഹമ്മദാബാദിൽ നിന്നും ദാണ്ഡി കടൽ തീരം വരെ എത്താൻ വളരെ ദൂരമുണ്ടായിരുന്നു. ഗാന്ധിജി 3 ആഴ്ചയോളം നടന്നാണ് അവിടെ എത്തിയത്. ഉൻകെ സാത്ത് ദേശ് ഭർ സെ ലോഗ് ആകർ ജുഡ്തി ഗയേ. നമ്മുടെ ദേശത്തിലെ നാനാഭാഗത്തു നിന്നും ആളുകൾ ആ ദാണ്ഡി യാത്രയിൽ പങ്കെടുത്തിരുന്നു. ഇസ് തരഹ് ജബ് വേ ദാണ്ഡി പഹുഞ്ചെ ഉൻകെ സാത്ത് ആസാരം ലോകത്തെ. അദ്ദേഹം ദാണ്ഡിയിൽ എത്തിയപ്പോഴത്തേക്ക് ധാരാളം പേർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ദേശത്തിൽ നിന്ന് നാനാഭാഗത്തു നിന്നുള്ള ആൾക്കാർ ആ യാത്രയിൽ പങ്കെടുത്തിരുന്നു. ജോ സമുദ്ര കെ പാനി മേ ഘുലെ നമക് കോ ബാഹർ ലാക്കർ അംഗ്രേസോं का कानून तोड़ना चाहते थे. അങ്ങനെ എല്ലാവരും ചേർന്ന് ദാണ്ഡി സമുദ്രത്തിലെ ജലമെടുത്ത് ഉപ്പുണ്ടാക്കി ബ്രിട്ടീഷുകാരുടെ ഉപ്പ് നിയമം ലംഘിച്ചു. इससे भारत पर अंग्रेज़ों की पकड़ ढीली पड़ती. ഗാന്ധിജിയും കൂട്ടുകാരും ചേർന്ന് ദാണ്ഡി യാത്ര നടത്തുകയും ഉപ്പ് നിയമം ലംഘിക്കുകയും ചെയ്തതോടെ ബ്രിട്ടീഷുകാർ ഇന്ത്യയെ അടിച്ചമർത്താനുള്ള അവരുടെ ശക്തി ഒന്ന് കുറഞ്ഞു. രാസ്തേ മേ കൈ ഗാവ് പടെ. വഴിയിൽ ധാരാളം ഗ്രാമങ്ങളുണ്ടായിരുന്നു. ഗാന്ധിജി ഓർ ഉൻകെ സാത്തി ജഹാം ഫി രുക്തി ഗാവാലെ ഉനിം പൂരെ മൻ സെ ഖാന ഖിലാത്തെ. വളരെ ദൂരം നടക്കാനുള്ളതുകൊണ്ട് ഗാന്ധിജിയും കൂട്ടരും ഏതെങ്കിലും ഗ്രാമത്തിൽ തങ്ങും. ഗ്രാമവാസികൾ അവരെ വളരെയധികം സ്വാഗതം ചെയ്യുകയും ഭക്ഷണം നൽകുകയും ചെയ്യുന്നു. വേ സഭി ലോഗ് രാത് കിസി ഗാവ് മേ കാട്ടത്തെ ഓർ സുബഹ് ഫിർ ചൽ പടത്തെ थे. ഗാന്ധിജിയും കൂട്ടരും രാത്രിയിൽ ഏതെങ്കിലും ഗ്രാമത്തിൽ തങ്ങുകയും രാവിലെ ആകുമ്പോൾ യാത്ര പുറപ്പെടുകയും ചെയ്യും. ദാണ്ഡി പഹുഞ്ചത്തെ ഹി സഭി കോ സമുദ്ര കാ ആസ്മാൻ തക് ഫൈലാ വിസ്താർ ദേഖാ. ദാണ്ഡിയിൽ എത്തിയപ്പോൾ എല്ലാവരും അതിശയപ്പെട്ടു. ആകാശം വരെ പരന്നു കിടക്കുന്ന സമുദ്രത്തെ കാണാൻ സാധിച്ചു. സമുദ്രത്തിൻ്റെ വിസ്താരത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വളരെ വിശാലമായ സമുദ്രം. ലഹരേം ദിഖാ. ഹി തിരമാലകളെ കണ്ടു. ലഹരോമേൻ ചമക്താ ഹുവ സൂരജ് ദിഖാ. ആ തിരമാലകൾ തിളങ്ങുന്ന സൂര്യനെ കണ്ടു. കിനാരയ്ക്ക് ഗഡ്ഡോമേ നമക് സെ ഗാട്ടാ ഹുവ പാനി और अपने बना नमक दिखा. സമുദ്ര തീരത്ത് ഓരോ കുഴികളിലായി സമുദ്രജലം നിറച്ചു വയ്ക്കുകയും അവരുണ്ടാക്കിയ ഉപ്പും അവർക്ക് കാണാൻ സാധിച്ചു. ഉൻ സഭി കോ ഗാന്ധിജി ने यहाँ लाकर पूरे देश को अंग्रेज़ों से मुक्त होने का रास्ता दिखा दिया. ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കാനുള്ള ഒരു വഴിയാണ് ഗാന്ധിജി ഭാരതീയർക്ക് കാണിച്ചു കൊടുത്തത്. സ്വന്തമായി ഉപ്പുണ്ടാക്കി ബ്രിട്ടീഷുകാരുടെ നിയമം ലംഘിച്ച് ഭാരതീയർ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാനുള്ള ശക്തി ആർജിക്കുകയാണ് ഈ ഉപ്പ് നിയമം ലംഘനത്തിലൂടെ നേടിയത്. हमारे दोस्त और कहानीकार आनंद मूर्ति कहते थे कि जब गांधी ने समुद्र किनारे हाथ में मुट्ठी पर नमक उठाया उन्होंने देश के आज़ाद होने का रास्ता खोल दिया. ഇവിടെ ലേഖക അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായ അനന്തമൂർത്തി പറഞ്ഞ വാചകമാണ് ഓർക്കുന്നത്. അദ്ദേഹം എന്താണ് പറഞ്ഞത്? എന്നാണോ സമുദ്ര തീരത്തു നിന്നും ഗാന്ധിജി ഒരു പിടി ഉപ്പെടുത്തത് അന്നു മുതൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാനുള്ള ആ വഴി തുറന്നിരിക്കുകയാണ്. 17 वर्ष बाद देश सचमुच उस रास्ते पर चलता हुआ आज़ाद हो गया. ഗാന്ധിജിയും അദ്ദേഹത്തോടൊപ്പം നിന്ന എല്ലാ ഭാരതീയരും
ബ്രിട്ടീഷുകാരുടെ വെല്ലുവിളിയെ തോൽപ്പിച്ച് മുന്നോട്ട് പോയി കഠിനമായി പരിശ്രമിച്ച് 17 വർഷത്തിന് ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. इस कहानी में और भी कई भीतरी घुमाव है। तुम वह सब खुद खोजो कि हम किन किन रास्तों से अंग्रेज़ों की चंगुल से छूटे थे. ഭാരതീയ ജനത ബ്രിട്ടീഷുകാരിൽ നിന്നും ഇന്ത്യയെ എങ്ങനെ സ്വതന്ത്രമാക്കി എന്ന് അറിയാനുള്ള ധാരാളം കഥകളുണ്ട്. അത് നിങ്ങൾ സ്വയം പുസ്തകങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. താങ്ക് യു.